നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ഉദ്യോഗപർവം. ശല്യർ. മദ്രരാജ്യത്തിൻ്റെ അധിപതിയാണ് ശല്യ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ സഹോദരി മാദ്രിയാണ് നകുല സഹദേവന്മാരുടെ മാതാവ്. അങ്ങനെ സ്വതവേ തന്നെ പാണ്ഡവ ബന്ധുവും അവരുടെ പക്ഷപാതിയുമാണ്. ഇദ്ദേഹം തികഞ്ഞ ഒരു അഭ്യാസിയും ബലവാനും ധാരാളം ബലമുള്ളവനുമാണ്. കൂടാതെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പരമഭക്തനുമാണ്. കൗരവ പാണ്ഡവന്മാർ യുദ്ധസന്നാഹം നടത്തുന്ന വിവരം ദൂതന്മാരിൽ നിന്നും ശല്യ മഹാരാജാവ് അറിഞ്ഞു. അദ്ദേഹം തൻ്റെ വമ്പിച്ച സൈന്യവുമായി പാണ്ഡവരെ കാണാൻ പുറപ്പെട്ടു. ശല്യൻ്റെ യാത്രാവിവരം മുൻകൂട്ടി അറിഞ്ഞ ദുര്യോധനൻ അദ്ദേഹത്തെയും സൈന്യത്തെയും വഴിനീളെ സൽക്കരിച്ചു. സൽക്കാരത്തിൻ്റെ വലിപ്പവും പ്രൗഢിയും കൊണ്ട് താൻ ഇന്ദ്രസമനാണ് എന്നുപോലും ശല്യൻ വിചാരിച്ചു. ഇതെല്ലാം ദുര്യോധനാണ് ഏർപ്പാട് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ശല്യർ ദുര്യോധനോട് വല്ലാത്ത മതിപ്പും സ്നേഹവും തോന്നി. ഈ തക്കം നോക്കി ശകുനിയും ദുര്യോധനും കൂടി ശല്യനെ സമീപിച്ചു. തങ്ങൾ ദുർബലരും അരക്ഷിതരുമാണെന്നും അതുകൊണ്ട് തങ്ങളെ യുദ്ധത്തിൽ സഹായിക്കണമെന്നും അവർ ശല്യനോട് കേണുവീണ് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് ദുര്യോധനാദികളിൽ അലിവു തോന്നി. ആദ്യം ക്ഷണിക്കുന്നവരെ സഹായിക്കണമെന്നതാണ് യുദ്ധമര്യാദ. ഈ നിലയ്ക്ക് ആദ്യം ക്ഷണിച്ച ദുര്യോധനനെ തന്നെ സഹായിക്കാമെന്ന് ശല്യൻ സമ്മതിച്ചു. എന്താണ് തന്നിൽ നിന്നും കൂടുതലായി പ്രതീക്ഷിക്കുന്നത് എന്നും എന്തെന്ന് വെച്ചാൽ അതും കൂടി ചെയ്തു കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിന് നന്ദി പ്രകടിപ്പിച്ച ദുര്യോധനൻ തങ്ങളുടെ സൈന്യങ്ങളെ യുദ്ധത്തിൽ നയിക്കണമെന്ന് ശല്യനോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്യാമെന്ന് അദ്ദേഹം അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. എങ്കിലും ഉപപ്ലവത്തിൽ പോയി യുധിഷ്ഠിരനെ കാണണമെന്നും അതിനുശേഷം ഹസ്തിനപുരിയിലേക്ക് വരാമെന്നും ഉറപ്പു കൊടുത്തിട്ട് ശല്യൻ ഉപപ്ലവത്തിലേക്ക് പുറപ്പെട്ടു. മദ്രരാജാവ് വന്നു എന്നറിഞ്ഞപ്പോൾ പാണ്ഡവർ വളരെ സന്തോഷിച്ചു. അവർ അദ്ദേഹത്തെ ഉചിതമായി ഉപചരിച്ചു. കുശല പ്രശ്നങ്ങൾ നടത്തി. ആസന്നമായ യുദ്ധത്തെപ്പറ്റിയും അവർ സംസാരിച്ചു. അപ്പോഴാണ് താൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദുര്യോധനെ കണ്ടതും അവൻ്റെ ക്ഷണം സ്വീകരിച്ച് അവനെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തതുമായ കാര്യങ്ങൾ ശല്യൻ പറയുന്നത്. ഇത് കേട്ടപ്പോൾ പാണ്ഡവന്മാർക്ക് കുണ്ഠിതമുണ്ടായി. എങ്കിലും അവരാരും അപ്രീതി പ്രകടിപ്പിച്ചില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭവാൻ ദുര്യോധനു വാക്കുകൊടുത്തത് ഉത്തമമായ കാര്യമാണ്. എന്നാൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരു കാര്യം നിർവഹിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം ധർമ്മത്തിന് നിരക്കാത്തതാണെന്ന് അങ്ങയ്ക്ക് തോന്നിയേക്കാം. എന്നാൽ ലോകഹിതത്തിനു വേണ്ടി അത് കേൾക്കുകയും അംഗീകരിക്കുകയും വേണം. ഭവാൻ പോരിൽ സാക്ഷാൽ വാസുദേവനോട് തുല്യനാണ്. അതുകൊണ്ട് അർജുനന്റെ സാരഥിയായി കൃഷ്ണനെ കാണുമ്പോൾ കർണൻ്റെ സാരഥ്യം അങ്ങ് ഏറ്റെടുക്കണമെന്ന് കർണൻ അങ്ങയോട് ആവശ്യപ്പെടും. അങ്ങയ്ക്കത് ഏറ്റെടുക്കേണ്ടി വരും. ആ യുദ്ധത്തിൽ ഭവാൻ അർജുനനെ കാക്കണം. എനിക്ക് ഭവാൻ ഇഷ്ടം ചെയ്യുമെങ്കിൽ അതാണ് വേണ്ടത്. ഈ പണി അകരണീയമാണ് എങ്കിലും അമ്മാവൻ ഞങ്ങളുടെ ജയത്തിനു വേണ്ടി അത് ചെയ്തു തരണം. ശല്യൻ, യുധിഷ്ഠിര, ഭവാന് മംഗളം ഭവിക്കട്ടെ. ഭവാന്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കാം. കൂടാതെ പോരിനൊരുങ്ങുമ്പോൾ അവനെ തേജോവധം ചെയ്യത്തക്ക വിധത്തിൽ സംസാരിച്ച് അവൻ്റെ തേജസ്സും ഗർവും കളഞ്ഞ് അവനെ മൃതപ്രായനാക്കി തരാമെന്ന് ഭവാന്റെ മുമ്പിൽ ഞാൻ സത്യം ചെയ്യുന്നു. തുടർന്ന് കൗരവരുടെ കശ്മല പ്രവൃത്തികൾ കൊണ്ട് പാണ്ഡവർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ സ്മരിച്ച് ശല്യൻ സഹതപിക്കുകയും മഹാന്മാരായ പലരുടെയും ദുരന്തത്തെ ചൂണ്ടിക്കാണിച്ച് പാണ്ഡവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ദേവേന്ദ്രൻ പോലും സഭാര്യനായി ഘോരമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഇതിഹാസ കഥയും പാണ്ഡവന്മാരെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിച്ചു. ഏത് തുറയിലുള്ള ജീവികൾക്കും ദുഃഖം അനിവാര്യമാണ്. ഇന്ദ്രനെ പോലെ അങ്ങും അജിരേണ ശത്രുക്കളെ ജയിച്ച് രാജശ്രീയെ പ്രാപിക്കും. ശല്യൻ യുധിഷ്ഠിരനോട് യാത്ര പറയുമ്പോൾ കർണന് സൂതനെ വേണ്ടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി യുധിഷ്ഠിരൻ ഒരിക്കൽ കൂടി ശല്യനെ ഓർമ്മപ്പെടുത്തി. അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് യുധിഷ്ഠിരന് ഉറപ്പു കൊടുത്തിട്ട് ശല്യൻ തൻ്റെ വലിയ സൈന്യത്തോടുകൂടി ഹസ്തിനപുരിയിലേക്ക് പോയി. പാണ്ഡവന്മാരുടെ സഹായത്തിന് ആദ്യമായിട്ടെത്തിയത് കൃഷ്ണൻ്റെ ഉറ്റമിത്രവും ഉറച്ച പാണ്ഡവപക്ഷപാതിയുമായ സാത്യകി ആയിരുന്നു. ഇദ്ദേഹത്തിന് യുയുധാനൻ എന്നും പേരുണ്ട്. ഒരു അക്ഷൗഹിണി പടയുമായിട്ടാണ് അദ്ദേഹം പാണ്ഡവ സങ്കേതത്തിൽ എത്തിയത്. പിന്നീട് ചേതിരാജാവായ ദൃഷ്ടകേതുവും ജരാസന്ധപുത്രനായ സഹദേവനും മഹാവീരനായ പാണ്ഡ്യരാജാവും ഓരോ അക്ഷൗഹിണി സൈന്യത്തോടെ എത്തിച്ചേർന്നു. പാഞ്ചാല രാജാവായ ദ്രുപദൻ, മത്സ്യരാജാവായ വിരാടൻ എന്നിവരും അവരുടെ അനേക സഹസ്രം പടയാളികളും ഉപപ്ലവത്തിലെത്തി പാണ്ഡവ പടയോട് ഒന്നുചേർന്നു.
അതിനു പുറമെ നാനാദേശത്തു നിന്നും പാണ്ഡവരുടെ സഹായത്തിനായി അനവധി സൈന്യങ്ങൾ വന്നു ചേർന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ പാണ്ഡവപക്ഷത്ത് 7 അശ്വഗുണി തികഞ്ഞു. ഒരു ആന, ഒരു തേര്, 3 കുതിര, 5 കാലാൾ എന്നത് കൂടുന്നതാണ് ഒരു പന്തി. 3 പന്തി കൂടുമ്പോൾ ഒരു സേനാമുഖമായി. 3 സേനാമുഖം അടങ്ങുന്നതാണ് ഒരു ഗുൽമം. 3 ഗുൽമം ഒന്നു ചേരുമ്പോൾ അതിൻ്റെ പേര് ഗണം എന്നാണ്. 3 ഗണം ചേരുന്നത് ഒരു വാഹിനി. 3 വാഹിനി കൂടിയാൽ അത് ഒരു പൂതനയാണ്. 3 പൂതന ചേരുന്നത് ഒരു ചമു. 6 ചമു ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ആനീകിനി ഉണ്ടാകുന്നു. 10 ആനീകിനി ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ ഒരു അക്ഷൗഹിണിയിൽ 21,870 ആനകളും 21,870 തേരും 65,510 കുതിരകളും 1,09,380 കാലാൾപ്പടയും ഉണ്ടായിരിക്കും. ഇപ്രകാരമുള്ള 7 അശ്വഹിണിയാണ് പാണ്ഡവരുടെ പാളയത്തിൽ താവളമടിച്ചത്. ദുര്യോധൻ്റെ ഭാഗത്ത് ധാരാളം രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും വന്നുകൂടി. രാജാക്കന്മാരിൽ പ്രമുഖർ ശല്യൻ, ഭഗദത്തൻ, ഭൂരിശ്രവസ്, ജയദ്രഥൻ, കോതവർമാവ്, സുദക്ഷിണൻ, അവന്തി രാജാവ്, കേകയന്മാർ എന്നിവരായിരുന്നു. എല്ലാവർക്കും കൂടി 11 അക്ഷൗഹിണി പടയാണ് ഉണ്ടായിരുന്നത്. ഈ അക്ഷൗഹിണികൾക്കൊക്കെ പാർക്കുവാൻ ഹസ്തിനപുരിയിൽ ഇടം ഇല്ലാതിരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലായി അവരെ പാർപ്പിച്ചു. പുരോഹിത സഞ്ജയ ദൗത്യങ്ങൾ. ഇപ്രകാരം ഇരുഭാഗക്കാരും പടയൊരുക്കം നടത്തുന്നതിനിടയിലാണ് ദ്രുപദൻ്റെ സന്ദേശവാഹകനായ പുരോഹിതൻ ധൃതരാഷ്ട്രനെ കാണാനെത്തിയത്. പുരോഹിതൻ അദ്ദേഹത്തെ വന്ദിച്ചു കുശലപ്രശ്നങ്ങൾക്ക് ശേഷം പറഞ്ഞു: ധൃതരാഷ്ട്രനും പാണ്ഡുവും ഒരേ അച്ഛൻ്റെ മക്കളാണ്. പൈതൃകമായ ധനം അവർക്ക് ഇരുവർക്കും ഒരുപോലെയാണ്. എന്നാൽ പലവിധത്തിലുള്ള ഉപായങ്ങൾ കാട്ടി ഇന്ന് അതെല്ലാം ധൃതരാഷ്ട്രർ കൈയടക്കി വച്ചിരിക്കുന്നു. പാണ്ഡവന്മാർ സഭയിൽ വെച്ച് ക്ലേശങ്ങൾ സഹിച്ചു. അതിനുശേഷം ആരണ്യവാസവും അജ്ഞാതവാസവും നടത്തി. മഹാശയന്മാരായ അവർ കഴിഞ്ഞതെല്ലാം വിസ്മരിക്കാൻ തയ്യാറാണ്. അവൻ സന്ധിയാകാൻ കാക്ഷിക്കുന്നു. ബലവാന്മാരായ അവർ അവരുടെ കാര്യം നേടാൻ ശക്തരാണ് എങ്കിലും അവർ യുദ്ധത്തിന് കാരണക്കാരാകരുത് എന്ന് ഇച്ഛിക്കുന്നു. അവർക്ക് 7 അക്ഷൗഹിണി സൈന്യം തയ്യാറുണ്ട്. നിങ്ങൾക്ക് 11 അക്ഷൗഹിണിയുണ്ട്. എന്നാൽ അത് കണ്ട് അഹങ്കരിക്കരുത്. ഈ 11 അക്ഷൗഹിണിയെയും നേരിടാൻ മഹാബാഹുവും ബഹുരൂപനുമായ കിരീടി ഒരാൾ മാത്രം മതി. പാണ്ഡവന്മാരുടെ സൈന്യശക്തിയും സവ്യസാചിയുടെ സാമർഥ്യവും കൃഷ്ണൻ്റെ ബുദ്ധിയും ഏകോപിപ്പിച്ച് നിൽക്കുന്ന പാണ്ഡവന്മാരോട് എതിർക്കുവാൻ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ധർമാനുസരണം കരാർ അനുസരിച്ച് കൊടുക്കേണ്ടത് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സന്ദേശവാഹകനായ ദ്വിജസത്തമൻ്റെ സംസാരം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ഭീഷ്മൻ പറഞ്ഞു: ഹേ ബ്രാഹ്മണ, ഭവാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അർജുനനോട് എതിർക്കുവാൻ ത്രാണിയുള്ളവനായി ഈ ലോകത്തിൽ ആരുണ്ട്? 3 ലോകവും അവൻ്റെ നേരെ തിരിഞ്ഞാലും അവൻ എതിർത്ത് തോൽപ്പിച്ചു വിടും എന്നതാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും പാണ്ഡവർ ബന്ധുക്കളോട് പോരിന് ആഗ്രഹിക്കുന്നില്ല എന്നറിയുന്നത് ഭാഗ്യം തന്നെ. കർണൻ അക്ഷമയോടെ ഇടയ്ക്ക് കയറി പറഞ്ഞു: ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, വീണ്ടും എന്തിനാണ് പറയുന്നത്? അജ്ഞാതവാസക്കാലം കഴിയുന്നതിന് മുമ്പ് വെളിപ്പെട്ടതുകൊണ്ട് പാണ്ഡവന്മാർ കരാർ ലംഘിച്ചിരിക്കുകയാണ്. പൈതൃകമായ ഭൂമി ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരാപ്രകാരം അവർ വീണ്ടും കാട്ടിൽ പോയി പാർത്തിട്ട് വരട്ടെ. അപ്പോൾ ദുര്യോധനൻ പകുതി രാജ്യം കൊടുക്കും. അതല്ലാതെ ഭയപ്പെട്ട് 6 അടി ഭൂമി പോലും ദുര്യോധനൻ കൊടുക്കുകയില്ല. ഭീഷ്മൻ: എടോ രാധേയ, വീൺവാക്ക് പറഞ്ഞത് കൊണ്ടൊന്നും പ്രയോജനമില്ല. വിരാടൻ്റെ ഗോഹരണ സമയത്ത് പാർത്ഥൻ നിന്നെയുൾപ്പെടെ എല്ലാവരെയും ജയിച്ചത് ഇത്ര വേഗം മറന്നുപോയോ? പലപ്പോഴും പോരാട്ടത്തിൽ ജയിച്ച അവൻ്റെ വീര്യം നിനക്ക് അറിവുള്ളതല്ലേ? ഈ ബ്രാഹ്മണൻ പറഞ്ഞ മാതിരി നാം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവൻ്റെ കൈകൊണ്ട് നാം മരിച്ചു വീണ് മണ്ണ് കപ്പി കിടക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. കർണൻ്റെ ധിക്കാരപൂർവമായ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രന് വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു: ഭീഷ്മൻ പറഞ്ഞത് ശരിയാണ്. ഹേ ബ്രാഹ്മണ, കർണൻ്റെ വാക്കുകൾ കാര്യമായിട്ട് എടുക്കേണ്ട. അങ്ങ് പാണ്ഡവരുടെ അടുത്തേക്ക് മടങ്ങൂ. ഞാൻ ഇതേപ്പറ്റി തന്നെ ചിന്തിച്ച് 2 ദിവസത്തിനുള്ളിൽ സഞ്ജയനെ അവരുടെ അടുത്തേക്ക് അയക്കാം. പുരോഹിതൻ മടങ്ങിയെത്തി. വിവരങ്ങളെല്ലാം പാണ്ഡവരെ അറിയിച്ചു. സഞ്ജയൻ വന്ന് അറിയിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ആകാംക്ഷയിൽ അവർ കഴിച്ചുകൂട്ടി. പറഞ്ഞതുപോലെ സഞ്ജയൻ എത്തി. കുശലപ്രശ്നങ്ങൾക്കും ക്ഷേമാന്വേഷണങ്ങൾക്കും ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്രൻ്റെ സന്ദേശം അറിയിച്ചു. അത് ഇപ്രകാരമായിരുന്നു: അല്ലയോ യുധിഷ്ഠിര, സമാധാനമാണ് എല്ലാവരും കാക്ഷിക്കുന്നത്. സമാധാനം കൊണ്ടേ സുഖം കിട്ടൂ. ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ സമാധാനം തന്നെയാണ് സുഖം.
യുദ്ധത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുർബുദ്ധിയായ ദുര്യോധനനും മൂർഖനായ കർണനും എത്ര തന്നെ അനുഭവിച്ചാലും പഠിക്കാത്തവരാണ്. ഏതായാലും യുദ്ധത്തിൻ്റെ ആലോചനയൊന്നും ചെയ്യേണ്ട. യുദ്ധം ചെയ്ത് ബന്ധുമിത്രാദികളെ വധിച്ച് ജയിക്കുന്നത് കൊണ്ട് എന്ത് സുഖമാണ് ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാകുന്ന ജയത്തിൽ എന്താണ് ശ്രേയസ്? യുദ്ധം കൊണ്ട് പല അനർത്ഥങ്ങളും ഉണ്ടാകും. ആകയാൽ യുദ്ധം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ യാതൊന്നിനും കുറവില്ല. പണ്ടെന്ന പോലെ സുഖമായി കഴിയാം. ഇങ്ങോട്ട് പോന്നാൽ മതി. ധൃതരാഷ്ട്ര സന്ദേശം സഞ്ജയനിൽ നിന്ന് കേട്ട പാണ്ഡവന്മാർ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അത്ഭുതപ്പെട്ടു. തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം തരുന്നതിനെപ്പറ്റി ഒന്നും പറയാതെ യുദ്ധം ഒഴിവാക്കണമെന്നും ഹസ്തിനപുരിയിൽ പോയി ഒന്നിനും കുറവില്ലാതെ പാർത്തുകൊള്ളണമെന്നും തങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തർത്ഥത്തിലാണ്? ഏതായാലും ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കി. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.